കല്യാണി തൃച്ചംബരത്ത് ആനന്ദിന്റെ ബൈക്കിൽ വന്നിറങ്ങിയ ശേഷം പെട്ടെന്ന് ഓടി മുകളിലേക്ക് പോവുകയാണ്. അഖിലാണ്ടേശ്വരിയും ശിവരാമകൃഷ്ണനും ഇത് നോക്കി നിൽക്കുകയാണ്. ആനന്ദ് മുൻപ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ കല്യാണി ആലോചിക്കുകയാണ്. മരണത്തിലേക്കായാലും അതല്ല ജീവിതത്തിലേക്കായാലും നിന്നെ പിന്നാലെ നടത്തിച്ചേ ഞാൻ പോകൂ എന്ന്. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരുമിച്ച് മരിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാനാണ്. പിന്നീട് കല്യാണി ഇളയച്ചനോട് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിക്കുകയാണ്. അതിനുശേഷം കല്യാണി ഷെൽഫ് തുറന്ന് അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ എടുക്കുകയാണ്. കല്യാണി തന്റെ സങ്കടങ്ങൾ ഫോട്ടോ നോക്കി പറയുകയാണ്, അമ്മേ, അച്ഛ, ഇതല്ലാതെ നിങ്ങളുടെ മകൾക്ക് വേറെ വഴിയില്ല. കല്യാണി ഇങ്ങനെ ആയിപ്പോയി. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ജന്മം? എന്തിനാ അമ്മേ ഇങ്ങനെ ഒരു ശാപം പിടിച്ച മകൾക്ക് ജന്മം നൽകിയത്? അച്ഛന്റെ മകളായത് കൊണ്ടാണോ കല്യാണി ഇങ്ങനെയൊക്കെ ആയി പോയത്? ജീവിതത്തിന്റെ കണക്കുകൾ അപ്പാടെ തെറ്റുകയാണ്. വലിയ കുഞ്ഞ് എന്റെ ജീവനാണ്. ആ ജീവനാണ് ഞാനിപ്പോൾ പറിച്ച് മറ്റൊരു പെണ്ണിന് കൊടുക്കുന്നത്. പിന്നെ എത്ര നാളൊന്നും ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചു പോയ അനിയൻകുട്ടനു വേണ്ടി അവനൊരു കരയെത്തുന്നത് വരെ ഞാൻ ജീവനോടെ ഉണ്ടാകും. മരവിച്ച മനസ്സുമായി ജീവച്ചവം പോലെ ജീവിച്ചിരിക്കുന്ന മരപ്പാവയായി കല്യാണി ഉണ്ടാകും. എന്റെ വലിയ കുഞ്ഞിന്റെ കണ്ണെത്താത്ത ദൂരത്ത് എവിടെയെങ്കിലും. എന്താ, എന്നെ കളിയാക്കി ചിരിക്കുകയാണോ? എന്നെ കണ്ടിട്ട് ഒരു കോമാളിയായിട്ട് തോന്നുന്നുണ്ട് അല്ലേ അമ്മേ? എനിക്കറിയാം, കല്യാണി ഒരു കോമാളി തന്നെയാണ്. ജീവിതകാലം മുഴുവൻ ഒരു കോമാളി വേഷം കെട്ടി ആടേണ്ടി വന്നവൾ. അച്ഛനോടിപ്പോൾ എനിക്ക് വെറുപ്പാണ്. സത്യമാണ്, വെറുപ്പ് തന്നെയാണ്. അച്ഛന്റെ മകളായതുകൊണ്ടാണ് കയ്യിൽ കിട്ടിയ പളുങ്കുപാത്രം ഞാനിപ്പോൾ എറിഞ്ഞുടച്ചത്. ദാസിന്റെ മകൾക്ക് ഇതേ പറ്റൂ എന്ന് വീണ്ടും വീണ്ടും സങ്കടത്തോടെ പറയുകയാണ് കല്യാണി. അന്നേരം സുജാത കല്യാണിയുടെ മുറിയിലേക്ക് വരികയാണ്. കല്യാണി, നീ എവിടെ പോയിരുന്നു? നിന്റെ ഫോണിന് എന്ത് പറ്റി? വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അത് സ്വിച്ച് ഓഫ് ആണ് സുജാതേച്ചി. മാഡത്തിന് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഞാൻ വന്ന് നോക്കി. നീ അങ്ങോട്ടൊന്ന് ചെന്നേ. എന്ന് കണ്ണൊക്കെ തുടച്ചുകൊണ്ട് പറയുകയാണ് കല്യാണി. സുജാത ചോദിക്കുകയാണ്, എന്താ കല്യാണി, നീ കരഞ്ഞോ? ഏയ്, ഒന്നുമില്ല, കണ്ണിലെന്തോ പൊടി വീണതാണ്. ചേച്ചി ചെല്ല്, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ് സുജാതയെ പറഞ്ഞു വിടുകയാണ് കല്യാണി. പിന്നീട് കല്യാണി അഖിലാണ്ടേശ്വരിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മാഡം എന്നെ തിരക്കിയോ? തിരക്കി എന്ന് പറഞ്ഞ ശേഷം ഒരു സാരി എടുത്ത് അഖിലാണ്ടേശ്വരി കല്യാണിക്ക് നൽകുകയാണ്. ഈ സാരി നിനക്കാണ്. മാഡം, എനിക്കിപ്പോ എന്തിനാ സാരി? മാഡം തന്ന സാരികളൊക്കെ തന്നെ നിറയെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് വാങ്ങിച്ചോ. ഞാൻ നിനക്ക് സന്തോഷത്തോടെ നൽകുന്നതല്ലേ. വാങ്ങിക്കെന്നും പറഞ്ഞ് കല്യാണിക്ക് സാരി കൊടുക്കുകയാണ് അഖില. കല്യാണി അത് വാങ്ങിക്കുന്നു. നാളെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദിന്റെ കല്യാണമാണ്. ഈ കല്യാണത്തിന് എല്ലാവരും നല്ല വേഷങ്ങൾ അണിഞ്ഞ് നിൽക്കണം. നീയും പുതിയ സാരി ധരിച്ചു തന്നെ വേണം നിൽക്കാൻ. മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അഖില. നീ തൃച്ചംബരം കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ ഉള്ളവർ അണിഞ്ഞൊരുങ്ങുന്നത് പോലെ നീയും അണിഞ്ഞൊരുങ്ങി നിൽക്കണം. ഈ കല്യാണത്തിന് വേണ്ടി നീ ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കുന്നുണ്ട്. കല്യാണം കഴിയട്ടെ, നിനക്ക് ഞാനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ചെയ്ത ഉപകാരത്തിനുള്ള പ്രത്യുപകാരം അല്ല, മറിച്ച് ഈ കുടുംബം നിന്നോട് കടപ്പെട്ടതിന്റെ ആദരവായി കാണണം. നാളെ എല്ലാവരുടെയും ഇടയിൽ നീ ഒരു വിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കണം. അന്യായിട്ട് തോന്നരുത്. അങ്ങനെ തോന്നിയാൽ അതിന്റെ നാണക്കേട് തൃച്ചംബരത്തിനാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട് മാഡം. ശരി, പൊയ്ക്കോ എന്ന് പറയുകയാണ് കല്യാണിയോട്. കല്യാണി അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്തെ ടെറസിൽ വിഷമത്തോടെ നടക്കുന്ന അനിയൻകുട്ടനെയാണ്. കല്യാണി അനിയൻകുട്ടന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കല്യാണി അനിയൻകുട്ടാന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ് അനിയൻകുട്ടൻ. സാരി കാട്ടിയിട്ട് കല്യാണി പറയുകയാണ്, അനിയൻകുട്ട, ഇത് നോക്കിയേ, മാഡം എനിക്ക് കല്യാണത്തിനൊടുക്കാൻ എടുത്തു തന്നതാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മാഡം എനിക്കൊരു സാരി വാങ്ങി തരുന്നത്. അനിയൻകുട്ട, നോക്ക്, കൊള്ളാമോ എന്ന്. ദേഷ്യത്തോടെ അന്നേരം അനിയൻകുട്ടൻ ആ സാരി തട്ടിയെറിയുകയാണ്. ശേഷം ഉച്ചത്തിൽ അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, ആരുടെ കല്യാണത്തിന് ഉടുക്കാനുള്ള സാരിയാണെന്നറിയാമോ ഇത്? ചേച്ചിക്ക് എന്താ ഭ്രാന്തായോ? ചേച്ചി എന്താ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? വലിയ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ? സാരിയുമായി വാങ്ങി വന്നിരിക്കുന്നു. തറയിൽ നിന്നും ആ സാരി എടുത്ത ശേഷം കല്യാണി പറയുകയാണ്, എനിക്ക് എന്റെ ജീവിതത്തെക്കാൾ വലുതാണ് തൃച്ചംബരത്ത് അഖില മേഡത്തിന്റെ ജീവിതം. ആ മേഡത്തിന്റെ കഴുത്തിലെ താലി കാക്കാൻ എന്റെ മുൻപിൽ മറ്റൊരു മാർഗവും ഇല്ല. എതിർപ്പ് പറയരുത്. ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയുന്നത്? ചേച്ചിയാണ് ഈ തൃച്ചംബരത്തിന്റെ മരുമകൾ, മൂത്ത മരുമകൾ. ചേച്ചി ഇപ്പോൾ വെറുമൊരു ജോലിക്കാരി മാത്രമാണെന്നാണോ ചേച്ചി കരുതിയിരിക്കുന്നത്? അനിയൻകുട്ട, ശിവരാമ സാറ് ജീവിക്കണം. അതിന് തടസ്സം ഞാൻ വലിയ കുഞ്ഞിന്റെ ഭാര്യയായിരിക്കുന്നതാണെങ്കിൽ അത് ഞാൻ ഒഴിഞ്ഞുകൊടുക്കണം. ഒഴിഞ്ഞുകൊടുത്തേ മതിയാവൂ. ചേച്ചിക്ക് ഇങ്ങനെ ഒരു അനുജനുള്ള കാര്യം ചേച്ചി മറന്നുപോയോ? എനിക്കെന്റെ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവും ഇല്ലേ? എനിക്കെന്റെ ചേച്ചി പേരിന് മാത്രമുള്ള ചേച്ചിയല്ല, ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എന്റെ അമ്മയും കൂടിയാണ്. എനിക്ക് ശിവരാമ സാറിന്റെ ജീവിതമൊന്നും അല്ല വലുത്. എനിക്ക് വലുത് എന്റെ ചേച്ചിയുടെ ജീവിതമാണ്. അത് നശിപ്പിച്ചു കളയാൻ ഞാൻ ആരെയും അനുവദിക്കില്ല.
നമ്മുടെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? സമ്മതിക്കും. തൃച്ചംബരത്തുള്ളവരുടെ ജീവന് വേണ്ടി നമ്മുടെ അച്ഛൻ എന്തിനും തയ്യാറാകും. ഇല്ല ചേച്ചി, എന്തിന്റെ പേരിലായാലും ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാൻ അച്ഛൻ തയ്യാറാവില്ല. അനിയൻകുട്ട, ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. ചിലരുടെ തലവരകളിലെ ആ ഭാഗ്യം ഉണ്ടാകൂ. അങ്ങനെയുള്ള ഒരു ഭാഗ്യവും ഇല്ലാത്ത ജന്മമാണ് നിന്റെ ചേച്ചിയുടേത്. കുട്ടിക്കാലത്തെ നമ്മുടെ അമ്മ പോയി. അമ്മയില്ലാത്ത സങ്കടം കുറയ്ക്കാമെന്ന് കരുതി അച്ഛനോടൊപ്പം ജീവിച്ചപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് പോന്നത്. എന്നിട്ട് പാവം ആ അച്ഛന് ഒരു മനസ്സമാധാനം പോലും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ കാരണമാണ് നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കല്യാണി. അർഹതപ്പെടാത്തത് മോഹിച്ചതിന്റെ ഫലമാണ് നമ്മുടെ അച്ഛന്റെ ദുർമരണം. അർഹിക്കുന്നതേ മോഹിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വൈകിയാണത് ഞാൻ മനസ്സിലാക്കിയതെങ്കിലും അത് തിരുത്തണം. വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുക തന്നെ വേണം. പക്ഷെ ഇപ്പോൾ ഞാൻ എടുത്ത തീരുമാനത്തിൽ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാവും. ചേച്ചി എന്ന് പറഞ്ഞ് കരയുകയാണ് അനിയൻകുട്ടൻ. ചേച്ചിക്ക് നീ മതി. എന്റെ അനിയൻകുട്ടൻ മാത്രം മതി ചേച്ചിക്ക് ജീവിക്കാൻ. നീ എതിര് പറയരുത് മോനെ. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ പലതും മറക്കേണ്ടി വരും. മറക്കണം ചേച്ചി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിനാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അനിയൻകുട്ടൻ. തിരിച്ചുകൊണ്ട് കല്യാണി പറയുകയാണ്, ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു അനുജൻ ഇങ്ങനെ പ്രതികരിക്കൂ. അതല്ലേ എന്റെ മോനും ചെയ്തുള്ളൂ. ഇങ്ങനെ വേണം ആൺകുട്ടികളായാൽ. പിന്നീട് കാണിക്കുന്നത് നന്ദനെയും അരവിന്ദിനെയുമാണ്. നന്ദന ചോദിക്കുകയാണ്, അരവിന്ദ് എന്തായത്? നിനക്കെന്താ പറ്റിയത്? എന്താ ഇത്ര ടെൻഷൻ? പിന്നെ ടെൻഷൻ അടിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. നല്ല ശാന്തിയും സമാധാനവുമുള്ള വീട്. പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നിനും ഒരു കുറവുമില്ല. ഉള്ളിലിങ്ങനെ ഉമിത്തി പോലെ നീറിപ്പോവുകയാണ്. അരവിന്ദ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉള്ള സത്യം പറയണം. ഞാൻ നിന്നോടങ്ങനെ നുണകളൊന്നും കുറെ കാലമായിട്ട് പറയാറില്ല. ആയാലും ചോദിക്കുക. അതെ, ഈ ആനന്ദിന് കല്യാണം തീരുമാനിച്ചിരിക്കുന്ന പെണ്ണല്ലേ വൈജയന്തി? അവളെ കുറിച്ച് എന്താണ് അരവിന്ദിന്റെ അഭിപ്രായം? ദേഷ്യപ്പെട്ട് അരവിന്ദ് പറയുകയാണ്, ഞാനൊന്നും പറയുന്നില്ല, ഓരോന്നുമായിട്ട് വന്നോളും. നല്ല ചോദ്യം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അരവിന്ദ്. അതല്ല, കാഴ്ചയിൽ നമുക്ക് തോന്നുന്ന ചില അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ? അതാണ് ഞാൻ അരവിന്ദിനോട് ചോദിച്ചത്. അതിന് ഞാൻ അവളുടെ മുഖത്തേക്ക് ശരിക്കും നോക്കിയിട്ട് പോലും ഇല്ല. എന്നാലും ഞാൻ പറയാം, എനിക്ക് ആകെ അവളെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും നെഗറ്റീവാണ്. അവളുടെ കണ്ണുകളുണ്ടല്ലോ, അതിലൊരു പ്രിയങ്കയും ഗംഗയും ഒക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയമാവുകയാണ്. നിനക്കറിയോ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. മനസ്സമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് എത്ര കാലമായെന്നറിയാമോ? ഇതിനൊരു അവസാനമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കാലം തൃച്ചംബരത്ത് വിലാസിനി ഇളയമ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരുന്നു. അല്ല, അതിനി ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഓരോന്നെണ്ണം. ആരാ എന്താന്നറിയാത്ത ആ ഗംഗയെ ഇവിടെ താമസിപ്പിച്ചതിന്റെ ചൊറിച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. ആ ബാധ ഒഴിഞ്ഞു പോയപ്പോൾ മറ്റൊരുത്തി. അതെ, ഒരു കാര്യം ഞാൻ നിന്നോട് തീർത്തു പറയാം. ഗത്യന്തരമില്ലാതെ ബ്രോ ആ വൈജയന്തിയുടെ കഴുത്തിൽ താലി ചാർത്തിയാൽ അതോടെ തീർന്നു തൃച്ചംബരം. ഇതിനൊരു സംശയവും വേണ്ട. എന്റെ ലക്ഷണങ്ങൾ അവൾ ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോഴേ തുടങ്ങി. എന്തിന്? അവളെ കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി. മുത്തശ്ശന്റെ നിർദ്ദേശപ്രകാരം ബ്രോ അവളുടെ കഴുത്തിൽ താലി കെട്ടി ഈ തൃച്ചംബരത്തിന്റെ അധികാരം അവളുടെ കയ്യിലേക്ക് കൈമാറി കഴിഞ്ഞാൽ നീ വെറും ഒരു സെർവന്റ് ആണ്. യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ലാതെ ഇവിടെ കഴിയേണ്ടി വരും. അത് നീ മനസ്സിലാക്കിക്കോ. ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് വാതിൽക്കൽ നിൽക്കുകയാണ് നാരായണൻ. നന്ദന ചോദിക്കുകയാണ്, ഇതൊന്നും അഖിലാന്റിക്ക് അറിയില്ലേ എന്നാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അറിയില്ല എന്ന് നടിക്കുന്നു. എടി, അച്ഛൻ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒരു പഴമൊഴി എനിക്കറിയാം. എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുക എന്നത്. അമ്മ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും കല്യാണിയെ ബ്രോയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിട്ടാൽ മതി. എന്റെ പേരിൽ ആരൊക്കെ വേദനിച്ച് തൃച്ചംബരം നശിച്ചാലും അമ്മയ്ക്ക് ഒന്നുമില്ല. ആ പാവത്തിനോട് ചെയ്യുന്ന ഈ ക്രൂരത ദൈവം പൊറുക്കുമോ അരവിന്ദ്? എനിക്ക് ആനന്ദിനെ ഫേസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. കല്യാണിക്കാണെങ്കിൽ ഒരു കുലുക്കവും ഇല്ല. അരവിന്ദ് ചോദിക്കുകയാണ്, ആര് പറഞ്ഞു ഒരു കുലുക്കവും ഇല്ലാന്ന്? കല്യാണിയുടെ മനസ്സിന്റെ താളം തെറ്റൽ സ്വയം മറച്ചുകൊണ്ടാണ് ഈ നടക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ കല്യാണി ജീവനോടെ ഉണ്ടാകില്ല. അത് സത്യമാണെന്ന് സങ്കടത്തോടെ പറയുകയാണ് അരവിന്ദ്. ഇനി അതും കൂടി സംഭവിച്ചാൽ ശാപം എന്നൊക്കെ പറയുന്നത് സത്യമാണെങ്കിൽ മഹാശാപങ്ങൾ മുഴുവൻ ഈ തൃച്ചംബരത്തിന്റെ മേൽ വന്ന് പതിക്കും. എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ അരവിന്ദ്. അതെന്റെ അവസാനത്തെ തീരുമാനമാണ്. അതെന്താന്ന് ചോദിക്കുകയാണ് അരവിന്ദ്. നന്ദന പറയുകയാണ്, നാളെ വൈജയന്തിയുടെ കഴുത്തിൽ അരവിന്ദ് താലി ചാർത്തിയാൽ ആ നിമിഷം ഞാൻ തൃച്ചംബരത്ത് നിന്ന് പടിയിറങ്ങും. അത് കേട്ട് നാരായണനും അരവിന്ദും ഒരുപോലെ പരിഭ്രമിക്കുകയാണ്. ഞാൻ ഇറങ്ങുമ്പോൾ അരവിന്ദും എന്റെ കൂടെ ഉണ്ടാകണം. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. നാളത്തെ ക്ലൈമാക്സോടുകൂടി നമ്മുടെ ചെമ്പരത്തെ അവസാനിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.